Hello friends, I'm Shruti from Lollipops. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഷ്വൽ ഡ്രസ്സാണ്. ഡ്രസ് കുർത്തി എന്ന് വേണമെങ്കിൽ പറയാം. സിമ്പിളായിട്ട് വന്നിട്ടുള്ള ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ്. അതിനകത്തേക്ക് ഇതുപോലത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റാണ് ഇത്. ആക്ച്വലി ഇതിൻ്റെ നെക്ക് പാറ്റേൺ വന്നേക്കുന്ന ഒരു ഷോൾ നെക്ക് പാറ്റേൺ ആണ്. ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഒരു വേഫർ കൈൻഡ് ഓഫ് ഒരു ഫാബ്രിക്കാണ്. ഇതിനകത്തെ പ്രിൻ്റാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ ഒരു അറ്റാറിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഈസി ടു യൂസ് ആണ് കേട്ടോ. അതായത് നമുക്ക് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാം. അയൺ ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ കൂടുതലായിട്ട് മാനേജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഭയങ്കര ഈസിലി മാനേജബിൾ ആയിട്ടുള്ള ഒരു അറ്റയറാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 899. ഇതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ 3 ഷെയ്ഡ്സ് ഉണ്ട്. ഇഷ്ടപ്പെട്ടാൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. ഇതിൻ്റെ ഈ ഒരു സെയിം കളക്ഷൻ അല്ല, ഈ ഒരു സെയിം കളക്ഷൻ നമ്മുടെ ഷോപ്പിലേക്ക് വരുമ്പം കുറച്ചുകൂടി ഒരു ഡേയ്സ് എടുക്കും. ബിക്കോസ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്നാണല്ലോ പ്രൊഡക്ഷൻ വരിക. പക്ഷേ ഇതിൻ്റെ സിമിലർ കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. നമുക്ക് ഇതിൻ്റെ കളേഴ്സ് നോക്കാം. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചോക്ലേറ്റ് ഷെയ്ഡാണ്. ചോക്ലേറ്റ് ഷെയ്ഡിനകത്തും സെയിം കൈൻഡ് ഓഫ് ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. എ ലൈൻ കട്ടിലാണ് വരിക. പ്രൈസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 899. റെഡി ടു ഡിസ്പാച്ച്. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഗ്രീൻ ഷെയ്ഡാണ്. ഗ്രീൻ ഷെയ്ഡിനകത്തും സെയിം കൈൻഡ് ഓഫ് ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. പ്രൈസ് വന്നിരിക്കുന്നത് 899. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് പോലെ ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഗ്രീൻ ഷെയ്ഡിനകത്തും സെയിം കൈൻഡ് ഓഫ് ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 899 ആണ്. ഞാൻ കുറച്ച് കാര്യം പറയാട്ടോ. ഇത് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ്. നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ ബേസിക്കലി മാനുഫാക്ചേഴ്സ് ആണ്. നമ്മളൊരു പർട്ടിക്കുലർ ഫാബ്രിക്കിലല്ല ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ സ്റ്റൈലല്ല ചെയ്യുന്നത്. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫാബ്രിക്സ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്റ്റൈൽസ് നമ്മൾ കൊണ്ടുവരാറുണ്ട്. അപ്പം നമ്മൾ ഇത്രയും പ്രോഡക്ട്സ് ഡെയിലി കൊണ്ടുവരുമ്പോഴത്തേനും കസ്റ്റമറിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് വേണം നിങ്ങൾ ഓരോരുത്തരും ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കോട്ടൺ എന്ന് പറഞ്ഞാൽ കോട്ടണും, അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടഡ് ഫാബ്രിക്കും ആയിരിക്കും. ഇമ്പോർട്ടഡ് ഫാബ്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ നോട്ട് ബി എവറിബഡീസ് പിക്ക്. എനിക്ക് അതാ പറയാനുള്ളത്. ബിക്കോസ് എനിക്കിത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു ഫാബ്രിക്കാണ്. മേ ബി എല്ലാവർക്കും അത് ഇഷ്ടമില്ലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രിഫറൻസ്, നിങ്ങൾക്കത് കംഫർട്ടബിൾ അല്ല, ഓൺലൈനിലൂടെ കണ്ട് മേടിക്കാൻ നിങ്ങൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ ഒരിക്കലും മേടിക്കരുത്. മേ ബി നമുക്ക് ഇതിൻ്റെ ഒരു വെറൈറ്റി കളക്ഷൻ നമ്മുടെ സ്റ്റോറിലും ഇപ്പോൾ അവൈലബിൾ ആണ്. വളരെയധികം ഫാസ്റ്റ് മൂവിങ് ആയിട്ട് നമ്മുടെ സ്റ്റോറിൽ ഒരു പ്രോഡക്റ്റുമാണ് ഈ ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിനകത്ത്. വേഫേഴ്സ് ആയിക്കോട്ടെ, എല്ലാ കൈൻഡ് ഓഫ് ഇമ്പോർട്ടഡ് ഫാബ്രിക്സും. അപ്പം അതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് കളക്ഷൻ നമുക്ക് അങ്ങനെ ഡിഫറെൻറ്റ് ഷോപ്സിൽ കിട്ടില്ല. കാരണം അതിൻ്റെ സോഴ്സിങ് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ കൊണ്ടുവരാൻ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങളുടെ പ്രിഫറൻസസ് ആണ് എപ്പോഴും നോക്കേണ്ടത് കേട്ടോ. അപ്പം ഒരിക്കലും ഇമ്പോർട്ടഡ് ഫാബ്രിക് മേടിച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റി ഇല്ലെന്ന് പറയരുത്. ബിക്കോസ് അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാബ്രിക് തന്നെയാണ്. ഞാൻ പറയാറുണ്ട്, വേഫർ ആണെങ്കിൽ വളരെ തിന്നാണ്, ടെക്സ്റ്റേർഡ് ആയിട്ട് വരും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിനെ പലരും ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫാബ്രിക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അത് ഇതിനേക്കാൾ കോസ്റ്റ് കുറഞ്ഞ് കിട്ടുവാണെങ്കിൽ വി ആർ ഓൾവേസ് ഹാപ്പി. നിങ്ങൾക്ക് അതിലേക്ക് പോകാം. ഒരിക്കലും ഇവിടെ ആരോടും നമ്മൾ നിർബന്ധിക്കുന്നില്ല നമ്മുടെ പ്രോഡക്ട്സ് മേടിക്കണമെങ്കിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിലാണ് മേടിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ സെർവർ ഇഷ്യൂസ് കാരണം നമുക്കൊരു 2-3 പ്രോഡക്ട്സിന് ഡിലേ ഉണ്ടായിരുന്നു. സെർവർ ഇഷ്യൂസ് കാരണം നമ്മൾ ഇവിടെ അയച്ച നോട്ടിഫിക്കേഷൻസ് പലരിലേക്ക് എത്തിയിട്ടില്ല എന്ന് നമ്മൾ ലേറ്റ് ആയിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കുമ്പോൾ മനസ്സിലാവും. ബിക്കോസ് കഴിഞ്ഞ 2-3 ദിവസം നമ്മൾ ഇതിന് മുന്നേ തൊട്ട് മുന്നേ വീഡിയോസ് റിപ്പീറ്റ് ചെയ്തിട്ട്, ബിക്കോസ് ഒത്തിരി പേര് പറഞ്ഞു നമുക്ക് പ്രോഡക്ട്സ് മേടിക്കാൻ പറ്റില്ല, വെബ്സൈറ്റ് ഡൗൺ ആയിരുന്നു. അപ്പം വെബ്സൈറ്റ് ഡൗൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കംപ്ലീറ്റ് സെർവേഴ്സ്, നമ്മുടെ ബാക്കിയുള്ള അസോസിയേറ്റഡ് ആയിട്ടുള്ളതും ഒക്കെ ഒന്ന് സ്ലോ ആയിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് റിപ്ലൈ തരാനും അതുപോലെ കംപ്ലയിൻറ്റ് പോർട്ടൽ ആക്സസ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് കോൾ വരാനും ഒക്കെ ഉണ്ടാകുന്ന ഡിലേ. പക്ഷെ നമ്മുടെ കൂടെയുള്ള കസ്റ്റമേഴ്സും നമ്മളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷനായിട്ട് പറയുവാണ് കേട്ടോ. അപ്പം ഈ പ്രോഡക്റ്റ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർക്കിംഗ് ഡേയ്സിലാണ് ഡിസ്പാച്ച് വരിക. ഇഷ്ടപ്പെട്ടാൽ വെബ്സൈറ്റ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. താങ്ക് യു.